രണ്ടുപേരിലാണ്ട് ആക്ച്വലി പണി നടക്കത്തില്ലല്ലേ? ചെയിനൊക്കെ ഒരാളോടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വണ്ടി ചരിച്ച് പിടിക്കാനും അതിന്, അല്ലെങ്കിൽ റാമ്പ് വേണം. റാമ്പ് വെച്ചാൽ നമുക്കുള്ള സ്ഥലം കുറയും. അതെ, ഇത് ആദ്യം ഇല്ലായിരുന്നു റാമ്പ്. ഇല്ലായിരുന്നല്ലേ? ഞാൻ ഒത്തിക്കൂടെ ഷെഡ് വലുതാക്കിയാലൊന്നും ഇങ്ങനെ പ്ലാൻ ഉണ്ട്. ചെയ്യും അങ്ങനെയാണ് ഈ റാമ്പൊക്കെ ഇറക്കി. അതെ, ഒരു 30-40 ദിവസം എന്തായാലും എടുക്കും. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്ലാറ്റിങ്ങിൻ്റെ ഒരു ഡിലേ വരും. നമുക്ക് മാക്സിമം നോക്കാമെന്നേ പറയാൻ പറ്റും. എന്നാലും നോർമലി നമ്മൾ 1 മാസം 1.5 മാസത്തിനകത്ത് വണ്ടി അതിൽ കൊടുക്കും. കാര്യം നമ്മളിപ്പോൾ ഇതുകൊണ്ട് കൊടുത്താലും പെയിൻറ്റർക്കും സ്റ്റഡ് പോയി. അപ്പോൾ നമ്മുടെ ചെയിൻ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ആയല്ലോ അല്ലേ? അപ്പോൾ ഇനി ഇത് ഒരു 25,000 കിലോമീറ്ററോളം ആയിരിക്കും അല്ലേ? 20,000 കിലോമീറ്ററൊക്കെ എന്തായാലും ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അതെ, എല്ലാ 500 കിലോമീറ്ററിൽ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യുന്നത് നല്ലതല്ലേ? നല്ലതായിരിക്കും. ചെയിൻ നല്ല ലൈഫ് കിട്ടും. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർ ചെയിൻ ലൂസായാലും അത് ടൈറ്റ് ചെയ്തിട്ട് പോകും. അപ്പോഴാണ് മെയിനായിട്ട് വലിഞ്ഞു പോകുന്നത്. ഒരു ഒരട്ടിപ്പിടുത്തം വന്നിട്ട് ജസ്റ്റ് ഒന്നൊരു 1000 കിലോമീറ്റർ കാണുമ്പോൾ ചെക്ക് ചെയ്യാം. എല്ലാ വർഷോപ്പിൽ കാണിച്ചിട്ട് ചെയിൻ ലൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്കിലും ടൈറ്റ് ചെയ്യും. ടൈറ്റ് ആണെങ്കിൽ പിന്നെ അവർ പറയും കുഴപ്പമില്ല, പിന്നെ ഓടോന്ന് പറയും. ചിലർ വെറുതെ ഇട്ട് അങ്ങ് സൗണ്ട് വരുന്നേരം ഓടും. അപ്പോൾ ഇത് പെട്ടെന്ന് ഓവർലാപ്പ് കംപ്ലൈൻറ്റ്. ഇവിടെ ഒരു ക്ലാമ്പ് ആക്ച്വലി കുറച്ച് ആവശ്യമില്ലാതെ ഇരിപ്പുണ്ടായിരുന്നേ. അതായത് വൈസറിൻ്റെത് ഇപ്പോൾ ഞാൻ എന്തായാലും ഇളക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു നെയ്ക്കട്ട് ഭംഗി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കഴിയട്ടെ, എന്തായാലും ഇതും കൂടെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. എന്തായാലും വണ്ടി ഇപ്പോൾ സ്പ്രോക്കറ്റിന് എനിക്ക് തോന്നുന്നു ചെയിൻ സ്പ്രോക്കറ്റ് നമുക്ക് 1950 കിട്ടി. പിന്നെ നമ്മുടെ ഷിജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 600 അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ എനിക്കിപ്പോൾ ആയിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2550 രൂപയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ ഷിനെ? റീസ്റ്റോറേഷൻ വിളിക്കില്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ബൈ എടുത്തേക്കും. ഓക്കെ, ബൈ.